അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് നമ്മുടെ അഭിന്നക സംഖ്യകളുടെ, അതായത് ഇറേഷണൽ നമ്പേഴ്സിന്റെ ഹരണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് സംഖ്യ, ഇപ്പോൾ 2 × 3 എത്രയാണ്? 6 അല്ലേ? അപ്പോൾ നമുക്കിവിടെ ഈ 3 ഉത്തരം കിട്ടണമെങ്കിൽ നാം എന്ത് ചെയ്യണം? 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ? അതായത് 6/2 ആണ് 3. ശരിയല്ലേ? ഇനി നമുക്ക് 2 ആണ് ഉത്തരം കിട്ടേണ്ടത്. അങ്ങനെയാണെങ്കിലോ നാം അപ്പുറത്ത് കിടക്കുന്ന 6നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 2ന്റെ കൂടെയുള്ള 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? ഇൻറ്റു ബൈ ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് 6/3 എന്ന് പറയുന്നതാണ് 2. അപ്പോൾ ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് ഈ 2ന് നമുക്ക് √2 ഇൻറ്റു √3 സീക്വൽ ടു √6 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്ത പോലെ തന്നെ നമുക്കിപ്പോൾ √3 ആണ് നമുക്ക് ഉത്തരം കിട്ടേണ്ടത്. അങ്ങനെയാണെങ്കിൽ നാം എന്ത് ചെയ്യണം? ഇപ്പുറത്ത് കിടക്കുന്ന √6നെ ബൈ √2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് വരും? √6/√2 ആണ് എന്ത്? √3 അല്ലേ? അതുപോലെ നമുക്ക് √2 ഉത്തരം കിട്ടണമെങ്കിലോ √6നെ √3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? √6/√3 അതാണ് √2. അപ്പൊ ഇത് നമ്മൾ സാധാരണയായി ചെയ്യാറുള്ള അതേ കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. റൂട്ട് വന്നപ്പോൾ റൂട്ടും കൂടി ഉൾപ്പെട്ടു, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഈ പറഞ്ഞ കാര്യം ഇപ്പൊ √2 × √3 = √6 അല്ലെ? അങ്ങനെയാണെങ്കിൽ √6/√2 = √3, √6/√3 = √2 അല്ലെ? ഈ കാര്യങ്ങൾ നമ്മൾ ഈ സംഖ്യകൾക്ക് പകരം നാം എക്സും വൈയും കൊടുത്ത് എഴുതുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അതായത് √2ന് പകരം എന്ത് എഴുതാം? റൂട്ട് ഒരു സംഖ്യ എക്സ് ആണെന്ന് വിചാരിക്കാം. √x ഇൻറ്റു √y അല്ലെ? അപ്പൊ എക്സും വൈയും സീക്വൽ എന്ത് വരും? √z. അപ്പൊ ഇവിടെ എക്സും വൈയും എന്തായിരിക്കണം? ഏത് രണ്ട് പോസിറ്റീവ് സംഖ്യകളായിരിക്കാം. മനസ്സിലായോ? അപ്പൊ എക്സും വൈയും രണ്ട് പോസിറ്റീവ് സംഖ്യകളാണെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതാം? √x ഇൻറ്റു √y = √z എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നാം ഇവിടെ ചെയ്ത പോലെ തന്നെ നമുക്ക് √y ആണ് ഉത്തരം കിട്ടേണ്ടതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് വേണം? √z-നെ √x കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? അപ്പൊ √z/√x = √y. അതേപോലെ തന്നെ നമുക്ക് x ആണ് കിട്ടേണ്ടതെങ്കിലോ √z/√y = എന്ത് വരും? √x. അപ്പൊ നമ്മളിവിടെ ഇതേ ചെയ്ത കാര്യം തന്നെ എക്സും വൈയും വെച്ച് എഴുതിയെന്നുള്ളൂ. അപ്പൊ ഇവിടെ ഈ പ്രൊഡക്റ്റിനെ നാം എന്താക്കി എഴുതി? √z/√x = √y എന്ന് എഴുതി. അതായത് ഹരണം എന്ന രൂപത്തിൽ നമ്മൾ എഴുതി അല്ലേ? ഇനി നമുക്കറിയാം 6/2 അല്ലെ? 6/2 = എത്രയാണ്? 3 ആണ് അല്ലെ? അപ്പൊ ഞാനിവിടെ 6/2ന് ഒരു റൂട്ട് കൊടുക്കാന്ന് വിചാരിക്കാം. അതായത് √6/2 എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ എന്ത് വേണം? ഇപ്പുറത്തെ 3നും റൂട്ട് കൊടുക്കേണ്ടി വരും അല്ലേ? അപ്പൊ = √3. അപ്പൊ ഇപ്പുറത്തെ ചെയ്ത കാര്യം അപ്പുറത്തും ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? √6/2 = √3 എന്ന് കിട്ടി. പക്ഷെ അതിനു മുമ്പ് തന്നെ നമുക്ക് ഇവിടെ ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്? √6/√2 = √3 അല്ലെ? അപ്പൊ √6/2 √3 ആണ്. √6/√2 അതും √3 ആണ്. വ്യത്യാസം മനസ്സിലായില്ലേ? ഇതൊരു കോമൺ ആയിട്ട് റൂട്ടാണ്. ഇത് √6/√2. അപ്പൊ ഇത് രണ്ടും എന്താണ് ഉത്തരം? √3 ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ √6/√2 √6/2 എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം വേണ്ടേ? അതായത് അപ്പൊ ഇത് രണ്ടും √3 ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? √6/2 എന്തിന് ഈക്വൽ ആയിരിക്കും? √6/√2 ഈക്വൽ ആയിരിക്കും അല്ലെ? അതായത് നമുക്ക് പൊതുവായിട്ട് ഇപ്പൊ എന്തെന്ന് പറയാൻ പറ്റും? ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ.
6/2 നമുക്ക് എക്സ് ബൈ വൈ ആണെന്ന് വിചാരിക്കാം. അപ്പൊ റൂട്ട് എക്സ് ബൈ വൈ ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം നമുക്ക്? റൂട്ട് 6/√2 എന്ന് എഴുതാം അല്ലേ? അതേപോലെ ഇവിടെ റൂട്ട് എക്സ് ബൈ റൂട്ട് വൈ എന്ന് എഴുതാം. മനസ്സിലായില്ലേ? നിങ്ങൾ ഒരു കൺഫ്യൂഷൻ വേണ്ട, വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് വളരെ പച്ച മലയാളത്തിലും പറഞ്ഞുതരാം. ഒരു ഭിന്നസംഖ്യ അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷൻ, അപ്പോൾ ഒരു ഫ്രാക്ഷന്റെ റൂട്ട് കാണുന്നതിന് പകരം നാം എന്ത് ചെയ്താൽ മതി? അത്രയുള്ള ഈ കാര്യം. ഒരു ഫ്രാക്ഷന്റെ ഏത് ഭിന്നസംഖ്യയാലും ആ ഭിന്നസംഖ്യയുടെ റൂട്ട് കാണുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? അതിൻ്റെ അംശത്തിന്റെ റൂട്ട് കാണാം ബൈ അതിൻ്റെ ഛേദത്തിന്റെ റൂട്ട്. അതായത് ന്യൂമറേറ്ററിന്റെ റൂട്ട് ബൈ ഡിനോമിനേറ്ററിന്റെ റൂട്ട്. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ ഇവിടെ. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് ആകാശക്കുഴപ്പം വരണ്ട. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ? റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് വൈ ഇസിക്കൽ റൂട്ട് സെറ്റ് ആണെങ്കിൽ റൂട്ട് വൈയുടെ വില കണ്ടുപിടിക്കാൻ റൂട്ട് സെറ്റിനെ റൂട്ട് എക്സ് കൊണ്ട് ഹരിക്കുക അല്ലേ? അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു ഭിന്നസംഖ്യയുടെ റൂട്ട് കാണണമെങ്കിൽ നാം എന്ത് ചെയ്യണം? അംശത്തിന്റെ റൂട്ട് ബൈ ഛേദത്തിന്റെ റൂട്ട്. അപ്പോൾ സിമ്പിളായില്ലേ? മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് തൽക്കാലം ഞാൻ ഇങ്ങോട്ട് എഴുതാം, കാരണം ഇവിടെ നമുക്ക് കുറച്ച് സ്ഥലം ആവശ്യമുണ്ട്. അപ്പോൾ റൂട്ട് എക്സ് ബൈ വൈ സീക്വൽ ടു റൂട്ട് എക്സ് ബൈ റൂട്ട് വൈ. മനസ്സിലായില്ലേ? അതായത് അംശത്തിന്റെ റൂട്ട് കാണാം ബൈ ഛേദത്തിന്റെ റൂട്ട് കാണാം. നമുക്ക് ഉദാഹരണത്തിന് ഇപ്പം ഇതിൻ്റെ വാല്യൂ കാണണം. റൂട്ട് 1/2 വാല്യൂ നമുക്ക് കാണണം. അപ്പം നാം എങ്ങനെ പറഞ്ഞിപ്പോൾ റൂട്ട് എക്സ് ബൈ വൈ സീക്വൽ ടു റൂട്ട് എക്സ് ബൈ റൂട്ട് വൈ അല്ലേ? അതായത് രണ്ടിൻ്റെയും റൂട്ട് കാണാം. അതായത് റൂട്ട് 1/√2 എന്ന് എഴുതാം. അംശത്തിന്റെ റൂട്ട് ബൈ ഛേദത്തിന്റെ റൂട്ട്. അതാണ് നമുക്ക് പറഞ്ഞു നിർത്തിയത് അല്ലേ? അതായത് റൂട്ട് 1 എത്രയാണ്? 1 തന്നെ ബൈ റൂട്ട് 2. റൂട്ട് 2ന്റെ വാല്യൂ നമുക്കറിയാലോ 1.414 അല്ലേ? അപ്പം നമുക്ക് റൂട്ട് 1/2 എന്ത് കിട്ടി? 1/1.414 എന്ന് കിട്ടി. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം? നമുക്ക് 1നെ 1.414 കൊണ്ട് ഹരിക്കണം അല്ലേ? അതായത് ഒരു ദശാംശ സംഖ്യ കൊണ്ട് ഹരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമുക്കറിയാലോ അല്ലേ? 1നെ നമുക്കിങ്ങനെ ഹരിക്കണമെങ്കിൽ 1.414 കൊണ്ട് ഹരിക്കണമെങ്കിൽ അല്പം ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഈ ദശാംശ സംഖ്യ ഒന്ന് മാറ്റി കിട്ടണം അല്ലേ? അതായത് നമുക്കറിയാം റൂട്ട് 1/√2 എന്ന് പറയുന്നതാണ്. റൂട്ട് 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1/√2. ഈ 1/√2നെ ഈ റൂട്ട് 2നെ ഞാൻ റൂട്ട് 2 കൊണ്ട് തന്നെ ഗുണിച്ചു എന്ന് വിചാരിക്കാം. അപ്പം എന്ത് സംഭവിക്കും? റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 എത്ര വരും? അതായത് റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 എത്ര വരും? സീക്വൽ ടു റൂട്ട് 2 ഇൻറ്റു 2 4 അല്ലേ? അപ്പോൾ റൂട്ട് 4 എത്രയാണ്? 2. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഈ റൂട്ട് 2നെ വേറെ റൂട്ട് 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എന്ത് പോയി കിട്ടും? അതിൻ്റെ ഡെസിമൽ മാറിക്കിട്ടും അല്ലേ? പക്ഷേ ഇങ്ങനെ നമുക്ക് ഗുണിക്കാൻ പറ്റുമോ? ഇല്ല. എന്ത് വേണം? ഇവിടെ അടിയിൽ എന്ത് ചെയ്യുന്നത് നമുക്ക് മുകളിലും ചെയ്യേണ്ടി വരും ഇല്ലേ? അല്ലേ? അപ്പോൾ ഇവിടെ അടിയിൽ ഞാൻ റൂട്ട് 2 കൊണ്ട് ഗുണിച്ചപ്പോൾ എന്ത് വേണം? മുകളിനെയും ഞാൻ റൂട്ട് 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇൻറ്റു റൂട്ട് 2 ബൈ റൂട്ട് 2. അപ്പോൾ അടിഭാഗത്തെയും മോൾ ഭാഗത്തെയും റൂട്ട് 2. അപ്പോൾ 1/√2 ഇൻറ്റു റൂട്ട് 2 ബൈ റൂട്ട് 2 എന്നാക്കി ഇതിനെ. അപ്പോൾ എന്ത് വരും? 1 ഇൻറ്റു റൂട്ട് 2 എന്ത് വന്നു? റൂട്ട് 2 ബൈ റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 റൂട്ട് 4. റൂട്ട് 4 എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ നമുക്കിവിടെ റൂട്ട് 2/2 എന്ന് കിട്ടി അല്ലേ? റൂട്ട് 2 എത്രയാണ്? നമുക്കറിയാം 1.414 ബൈ 2. ഇവിടെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഹരിക്കാം അല്ലേ? 1.414നെ 2 കൊണ്ട് എളുപ്പത്തിൽ ഡിവൈഡ് ചെയ്യാം. പക്ഷേ ഇവിടെ 1നെ 1.414 കൊണ്ട് ഡിവൈഡ് ചെയ്യൽ അല്പം ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പോൾ അതിന് നമ്മൾ ഏത് രൂപത്തിലേക്ക് മാറ്റി? ഈ രൂപത്തിലേക്ക് മാറ്റി. അപ്പോൾ എങ്ങനെയാണ് മാറ്റിയത്? നമുക്കത് ആവശ്യം വരും. പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യം വരും. നമ്മുടെ റൂട്ട് 2 ആണെങ്കിൽ ആ റൂട്ട് 2 കൊണ്ട് തന്നെ അംശത്തെയും ഛേദത്തെയും അല്ലേ ഗുണിക്കുക. അതായത് ന്യൂമറേറ്ററിനെ ഗുണിക്കുക, അതുപോലെ തന്നെ ഡിനോമിനേറ്ററിനെയും ഗുണിക്കുക. അപ്പോൾ ഈ സ്റ്റെപ്പ് നമ്മൾ മറക്കരുത്. അപ്പോൾ നമുക്കത് ഒഴിവായി കിട്ടി. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഡിവൈഡ് ചെയ്തൂടെ? ഡിവൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടോ?
ഈ പോയിൻ്റൊക്കെ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. 1.414 അല്ലേ ബൈ 2. അപ്പോൾ ഒന്നെടുത്തു, ഒന്നിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ, പറ്റില്ല. അപ്പോൾ നമുക്ക് 0 ഇട്ടു. 0 ഇട്ടാലും ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, 0 ഇട്ടു അല്ലെങ്കിൽ ഇട്ടില്ല. ഇനി നോക്കിയാൽ ഇനി അടുത്ത വരെ എന്താണ്, പോയിൻ്റാണ്. അപ്പോൾ നമ്മൾ പോയിൻ്റ് ഇട്ടു. ഇനി അടുത്ത സംഖ്യ എടുത്തു. അപ്പോൾ എത്ര 4, അപ്പോൾ 14 അല്ലേ, 14 14 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 7 × 2 14 മൈനസ് ചെയ്യുമ്പോൾ 0. അടുത്ത സംഖ്യ ഇറക്കിയിട്ടു 1. ഇനി 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, പറ്റില്ല. അപ്പോൾ എന്തുവാണ് നമ്മളിവിടെ 0 ആഡ് ചെയ്തു. ഇനി അടുത്ത സംഖ്യ ഇറക്കിയിട്ടു 4. ഇപ്പം എത്രയായി 14 2 കൊണ്ട് 7 പ്രാവശ്യം 7 × 2 14 ബാക്കി 0. അപ്പോൾ നമുക്ക് എത്ര ഉത്തരം കിട്ടി, 0.707. അപ്പം ഇതാണ് റൂട്ട് 1/2ൻ്റെ വാല്യൂ. ഈ സ്റ്റെപ്പാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അത് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കിനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 91 92 കുറച്ച് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാം. അതിൽ ആദ്യത്തെ ചോദ്യം എന്താണ്, പ്രൂവ് ദാറ്റ് റൂട്ട് 2 + 1 ഇൻറ്റു റൂട്ട് 2 - 1 = 1. അതായത് റൂട്ട് 2 + 1 ഇൻറ്റു റൂട്ട് 2 - 1 = 1 എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇതിലേക്ക് നോക്കിയാൽ റൂട്ട് 2 + 1 ഇൻറ്റു റൂട്ട് 2 - 1 അല്ലേ, ഇവിടെ എന്താണ് കാണുന്നത്, ഈ പ്ലസും ഇവിടെ ഒരു മൈനസ് വന്നതുള്ള വ്യത്യാസം അല്ലേ, ബാക്കിയൊക്കെ സെയിം തന്നെ. അതായത് നാം ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ, ഓർമ്മയുണ്ട് എല്ലാവർക്കും, a + b ഇൻറ്റു a - b അല്ലേ. അതേ രൂപത്തിലല്ലേ ഇത് കിടക്കുന്നത്, റൂട്ട് 2 + 1 ഇൻറ്റു റൂട്ട് 2 - 1 a + b ഇൻറ്റു a - b എന്താണ്, a² - b². അപ്പോൾ അതേ രൂപത്തിൽ നമുക്ക് ഇതിനെങ്ങനെ എഴുതാൻ പറ്റും, റൂട്ട് 2 + 1 ഇൻറ്റു റൂട്ട് 2 - 1 = എന്താണ് ആദ്യത്തെ പദം, a × a അല്ലേ, അതായത് ആദ്യത്തത് a². അപ്പോൾ ഇവിടെ എന്ത് വരും, എക്ക് പരം കിടക്കുന്ന റൂട്ട് 2 ആണ്, അപ്പോൾ റൂട്ട് 2ൻ്റെ സ്ക്വയർ അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം റൂട്ട് 2ൻ്റെ സ്ക്വയർ, പിന്നെ മൈനസ് b². b എത്രയാണ് ഇവിടെ, 1 അല്ലേ, അപ്പോൾ 1ൻ്റെ സ്ക്വയർ. അപ്പോൾ നമുക്ക് നോക്കിയാൽ റൂട്ട് 2ൻ്റെ സ്ക്വയർ, അതായത് റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 അതായത് റൂട്ട് 4 മൈനസ് 1ൻ്റെ സ്ക്വയർ എത്രയാണ്, 1. അപ്പോൾ റൂട്ട് 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്, റൂട്ട് 4 2 അല്ലേ, 2. അപ്പോൾ 2 - 1 അല്ലേ, ഈ 1 = എത്ര വരും, 2 - 1 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, റൂട്ട് 2 + 1 ഇൻറ്റു റൂട്ട് 2 - 1 = 1. ഇത് തന്നെയല്ലേ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് മനസ്സിലായില്ലേ. അപ്പോൾ എന്താണ് നമ്മുടെ അടുത്ത ചോദ്യത്തിലത്തെ, കമ്പ്യൂട്ട് 1/1 റൂട്ട് 2 - 1 അതായത് 1/√2 - 1ൻ്റെ വില നാം കണക്കാക്കണം. ഇതിൽ പറഞ്ഞിട്ടുണ്ട് അപ് ടു 2 ഡെസിമൽ പ്ലേസസ്, അതായത് 2 ദശാംശ സ്ഥാനം വരെ കണക്കാക്കിയാൽ മതി, കൂടുതൽ അങ്ങോട്ട് പോകണ്ട അല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് പണി കുറച്ച് വന്നിട്ടുണ്ട്, 2 ദശാംശ സ്ഥാനം വരെ കണക്കാക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ ചെയ്യും, നാം ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞിരുന്നു അല്ലേ. ഇപ്പോൾ 1/√2 ആണെങ്കിൽ നാം എന്ത് ചെയ്തു, നാം ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞത് കാര്യമാണ്, റൂട്ട് 2 ഇവിടെ ഏതാണുള്ളത്, അതുകൊണ്ട് നമ്മൾ അടിയിലും മുകളിലും ഗുണിക്കുക അല്ലേ. അപ്പോൾ നമ്മളിവിടെ √2/√2 അല്ലേ. അപ്പോൾ √2 √2 √4 അതായത് 2. അപ്പോൾ നമ്മുടെ ദശാംശ സംഖ്യ മാറി നമുക്ക് 2 കിട്ടി അല്ലേ. പക്ഷേ ഇവിടെ എന്താണ് പ്രശ്നം, ഇവിടെ √2 മാത്രമല്ല √2 - 1 ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ പരിപാടി നടക്കില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും, നമുക്കിത് കളയാൻ വേണം. കാരണം എന്താണ്, അടിയിൽ നമുക്കൊരു ദശാംശ സംഖ്യ കൊണ്ട് ഹരിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അതുകൊണ്ട് എന്തായാലും നമുക്ക് √2 ഒഴിവാക്കണം. പക്ഷെ എങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മുകളിൽ നോക്കിയേ, √2 + 1 ഇൻറ്റു √2 - 1 എത്ര കിട്ടി, നമുക്ക് 1 കിട്ടി അല്ലേ. അപ്പോൾ ഇവിടെ എന്തുണ്ട്, √2 - 1 ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ √2 + 1 ശ്രദ്ധിക്കുക, ഇവിടെ -1 ഉള്ളത്. അപ്പോൾ നമ്മൾ +1 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ, അതായത് √2 + 1 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ അടിയിൽ എന്തായി മാറി, നമുക്ക് ഒരു നാച്ചുറൽ നമ്പർ കിട്ടും. അപ്പോൾ നമുക്ക് ഹരിക്കാൻ എളുപ്പമായി.
അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? 1/√2 മൈനസ് 1. ഇനി എന്ത് വേണം? അടിയിൽ ആരെ കൊണ്ട് ഗുണിക്കണം? √2 ഇവിടെ മൈനസ് ഒന്നാണുള്ളത്. അപ്പോൾ നമ്മൾ +1 കൊണ്ട് ഗുണിക്കണം അല്ലേ? അപ്പോൾ ഗുണിക്കണം. അപ്പോൾ മുകളിലും ഗുണിക്കണ്ടേ? ഗുണിക്കണം, രണ്ടിനെയും ഗുണിക്കാം. അപ്പോൾ √2 + 1/√2 + 1. അപ്പോൾ ഇവിടെ ചിഹ്നം ശ്രദ്ധിക്കാം. മൈനസ് ആണ് ഉള്ളതെങ്കിൽ നാം പ്ലസ് കൊണ്ടാണ് ഗുണിക്കേണ്ടത്, പ്ലസ് ആണ് ഉള്ളതെങ്കിൽ നാം മൈനസ് കൊണ്ടാണ് ഗുണിക്കേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ഇങ്ങനെ മാറി √2 - 1 × √2 + 1. ഇനി ഒന്ന് ഗുണിച്ച് നോക്കിയേ. 1 × √2 + 1 എത്രയാണ്? ഒന്നുകൊണ്ട് ഗുണിച്ചെന്ന് അതേ സംഖ്യ തന്നെ അല്ലേ? അതായത് മാറ്റൊന്നുമില്ല, √2 + 1 തന്നെ ബൈ. ഇനി √2 - 1 × √2 + 1. ഇതിനെ നമ്മൾ ചെയ്തിരുന്ന കാര്യമുണ്ടോ? കാര്യമില്ല. കാരണം എന്താ? നമുക്കിത് ഇവിടെ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. √2 + 1 × √2 - 1 ഉത്തരം എത്രയായിരുന്നു? 1 ആയിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് ബൈ 1 എന്ന് എഴുതിയാൽ മതി. √2 + 1/1 അല്ലേ? ഏത് സംഖ്യയെ 1 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ആ സംഖ്യ തന്നെയാണ് അല്ലേ? അതായത് നമുക്ക് √2 + 1. ഇനി √2ന്റെ വാല്യൂ എത്രയാണ്? 1.414 അല്ലേ? +1. അപ്പോൾ എത്ര വന്നു? 2.414. അപ്പോൾ നമുക്ക് 1/√2 - 1ന്റെ വാല്യൂ കിട്ടി 2.414. പക്ഷേ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്ത്? 2 ദശാംശ സ്ഥാനം വരെ കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് എത്ര വേണ്ട? ഇത് വേണ്ട, ഇതിനെ നമുക്ക് ഒഴിവാക്കാം. എന്നിട്ട് 2.41. അപ്പോൾ ഇവിടെ ഈ ചെയ്ത കാര്യം ഇവിടെ മൈനസ് വരാണെങ്കിൽ പ്ലസ് കൊണ്ട് ഗുണിക്കുക, പ്ലസ് വരാണെങ്കിൽ മൈനസ് കൊണ്ട് ഗുണിക്കുക. മനസ്സിലായല്ലോ? കമ്പ്യൂട്ട് 1/√2 + 1. നാം പറഞ്ഞ അതേ കാര്യത്തെ വന്നിരിക്കുന്നത് 1/√2 + 1. അപ്പോൾ ഇതിനെന്ത് ചെയ്യും? നാം ഇവിടെ ചെയ്ത് അതേപോലെ തന്നെ അല്ലേ? = എങ്ങനെ എഴുതാൻ പറ്റും? 1/√2 + 1. ഇനി എന്ത് ചെയ്യണം? ഇവിടെ √2 + 1 ആണ്. അപ്പോൾ എന്ത് വേണം? √2 - 1 കൊണ്ട് ഗുണിക്കുക അല്ലെ? അടിയുമ്പോഴും. അപ്പോൾ ഇൻറ്റു മുകളിൽ എന്ത് വരും? √2 - 1/√2 - 1. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ 1 × √2 - 1 എന്താണ്? √2 - 1 ബൈ √2 + 1 × √2 - 1 അല്ലേ? അതിൻ്റെ വാല്യൂ നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. എത്രയാണ്? 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആ സംഖ്യ തന്നെ അല്ലേ? വ്യത്യാസമില്ല. അപ്പോൾ √2 - 1 കിട്ടി. √2ന്റെ വാല്യൂ എത്രയാണ്? 1.414 - 1. അതായത് ഒന്ന് കുറച്ച് നേരം എത്ര വരും? 0.41. 4 ഉണ്ട്, 4 വേണ്ട. കാരണം എന്തുകൊണ്ടാണ്? അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ട് 2 ദശാംശ സ്ഥാനത്തിന് കണ്ടാൽ മതി അല്ലേ? അപ്പോൾ നമ്മൾ 4നെ ഒഴിവാക്കാം. അപ്പോൾ ഇത് മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് എന്നാൽ അടുത്ത ചോദ്യം നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. എന്താണ്? ഇവിടെ നമുക്കൊരു ഈക്വലാറ്റർ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഒരു സമഭുജ ത്രികോണം തന്നിട്ടുണ്ട്. ഈ ത്രികോണത്തിന്റെ ഉയരം h നമുക്ക് തന്നിട്ടുണ്ട് 4 സെന്റിമീറ്റർ. വേറെ അളവുകളൊന്നും തന്നിട്ടില്ല. എന്നിട്ട് എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഈ ത്രികോണത്തിന്റെ വശങ്ങളുടെ അളവുകൾ. വശങ്ങൾ സെയിം ആയിരിക്കും അല്ലേ? അപ്പോൾ ഈ വശങ്ങളുടെ അളവുകൾ കറക്റ്റ് വരെ മില്ലിമീറ്റർ, അതായത് മില്ലിമീറ്റർ വരെ കൃത്യമായി കണക്കാക്കുക. അതായത് പോയിന്റ് കഴിഞ്ഞിട്ട് 3 സ്ഥാനം വരെ നമ്മൾ കാണണം. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഒരു സമഭുജ ത്രികോണം അല്ലേ? അതിന്റെ h എന്ന് പറയുന്നത് ഇത് ഈ കോർണറിൽ നിന്ന് ഇതിലേക്കുള്ള ലംബമായ ദൂരമാണ് അല്ലേ? അപ്പോൾ ഈ ലംബമായ ദൂരം എന്ത് ചെയ്യും? ഇതിനെ ഈക്വൽ ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുക അല്ലേ? അപ്പോൾ h ഇതിനെ ഈ സൈഡിനെ ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 മട്ട ത്രികോണങ്ങൾ കിട്ടും അല്ലേ? മനസ്സിലായല്ലോ? അപ്പോൾ അതിൽ നിന്ന് വേണം നമ്മൾ ഈ സൈഡുകൾ കണ്ടുപിടിക്കാൻ. ഈ കിട്ടുന്ന ഇപ്പം നമുക്ക് 2 മട്ട ത്രികോണങ്ങൾ കിട്ടും. ആ മട്ട ത്രികോണത്തിന്റെ ഒരു വശത്തിന്, ഈ അടിയിലത്തെ വശത്തിന് നാം ഇപ്പോൾ എക്സ് കൊടുത്തു വിചാരിക്കുക. എക്സ് ആണ് ഇതിന്റെ നീളം. മനസ്സിലായില്ലേ? അതായത് ഈ വശത്തിന് ഇത്ര നീളത്തിന് എക്സ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നീളം എത്ര ആയിരിക്കും? 2x അല്ലേ? ഇത് മിഡ് പോയിന്റ് ആണ്. അതുകൊണ്ട് എന്ത് വരും? മൊത്തം നീളം 2x വരും. അപ്പോൾ ഈ വശത്തിന്റെ നീളം 2x, ഈ ചെറിയ നീളം x അല്ലേ? ഇത് 2x ആണെങ്കിൽ ഇത് എത്ര ഉണ്ടായിരിക്കും? ഇതും 2x തന്നെ അല്ലേ?
ഈ വശത്തിൻ്റെ നീളമോ അതും 2x. ഇനി നമുക്ക് വേണ്ട എന്താണ്? നാം എപ്പോഴും ഉപയോഗിക്കാൻ നമ്മളെ പൈത്തഗോറസ് സിദ്ധാന്തം അല്ലേ? അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നോക്കിയേ, ഈ ഇത്ര വശത്തിൻ്റെ നീളം, ഇതിൻ്റെ നീളം, ഈ h ഹൈറ്റ് അറിയാം, 4 സെൻറ്റിമീറ്റർ അറിയാം, ഇത് x ആണെന്നറിയാം, ഇത് 2x ആണെന്നറിയാം അല്ലേ? അപ്പോൾ ഈ 2x എന്ന് പറയുന്നതാണ് ഇപ്പോൾ കർണം. ഈ ട്രയാങ്കിളാണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത്, ഈ ലെഫ്റ്റിലെ ട്രയാങ്കിൾ. അപ്പോൾ ഇത് കർണം അല്ലേ? അപ്പോൾ നമുക്കറിയാം കർണ സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ ഈസ് ഈക്വൽ ടു പാദം സ്ക്വയർ അല്ലേ? അല്ലെങ്കിൽ കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ ഈസ് ഈക്വൽ ടു ലംബം സ്ക്വയർ. അപ്പോൾ അതെങ്ങനെ എഴുതാം നമുക്ക്? 2x സ്ക്വയർ അതായത് കർണം മൈനസ്, അപ്പോൾ 2x സ്ക്വയർ കൊണ്ട് എപ്പോഴും എന്ത് ചെയ്യണം? 2xനെ നമ്മൾ ബ്രാക്കറ്റിൽ ഇടണം, സ്ക്വയർ കോമൺ ആണല്ലേ. അപ്പോൾ 2x സ്ക്വയർ മൈനസ്, പിന്നെ ഈ ബേസ് എത്ര വരും? x അല്ലേ? x ആണ്, ശ്രദ്ധിക്കുക, 2x അല്ല ഇവിടെ x സ്ക്വയർ സീക്വൽ ടു എത്ര വരും? ഇതിൻ്റെ ലംബം 4 സ്ക്വയർ. ഓക്കെ, ഇനി നോക്കിയാൽ 2x ഹോൾ സ്ക്വയർ. അപ്പോൾ 2ന്റെ സ്ക്വയർ എത്രയാണ്? 4. എക്സിൻ്റെ സ്ക്വയർ x സ്ക്വയർ. അപ്പോൾ ഇതിനെ 4x സ്ക്വയർ മൈനസ് x സ്ക്വയർ സീക്വൽ ടു 4ന്റെ സ്ക്വയർ എത്രയാണ്? 16. അപ്പോൾ 4x സ്ക്വയർ മൈനസ് x സ്ക്വയർ, 4x സ്ക്വയറിൽ നിന്ന് ഒരു x സ്ക്വയർ പോയി കഴിഞ്ഞാൽ 3x സ്ക്വയർ സീക്വൽ ടു 16. അപ്പോൾ അതിൽ നമുക്ക് x സ്ക്വയറിൻ്റെ വില കിട്ടൂലേ? x സ്ക്വയർ ഈസ് ഈക്വൽ ടു 16 ബൈ ഈ 3 അങ്ങോട്ട് പോകുമ്പോൾ 16 ബൈ 3. അപ്പോൾ x സ്ക്വയർ 16 ബൈ 3 ആണെങ്കിൽ x എന്ത് വരും? റൂട്ട് അല്ലേ? അപ്പോൾ അടിയിലേക്കും മുകളിലേക്കും കൂടിയിട്ടുള്ള കോമൺ ആയിട്ടുള്ള റൂട്ടാണ് റൂട്ട്. ഇത് മൊത്തം റൂട്ട് 16 ബൈ 3. അപ്പോൾ നമുക്കറിയാം ഒരു ഭിന്നസംഖ്യയുടെ റൂട്ട് കാണുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? രണ്ടിൻ്റെയും അംശത്തിൻ്റെയും ഛേദത്തിൻ്റെയും റൂട്ട് ഉണ്ടാൽ മതി അല്ലേ? അപ്പോൾ റൂട്ട് 16 ബൈ 3, അതായത് റൂട്ട് 16 ബൈ റൂട്ട് 3. അപ്പോൾ എക്സിൻ്റെ വില എത്ര വരും? റൂട്ട് 16 എന്ന് പറഞ്ഞാൽ 4 ബൈ റൂട്ട് 3. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വില കിട്ടി. എക്സിൻ്റെ വില കിട്ടി എത്രയാണ്? 4 ബൈ റൂട്ട് 3. അപ്പോൾ നമുക്കറിയാം 4 ബൈ റൂട്ട് 3, റൂട്ട് 3ൻ്റെ വില എത്രയാണ്? 1.732 അല്ലേ? അപ്പോൾ ഒരു ദശാംശ സംഖ്യയാണ്, അതുകൊണ്ട് ഹരിക്കാൻ പറ്റും നമുക്ക്? എളുപ്പമല്ല. അപ്പോൾ എന്ത് വേണം? റൂട്ട് 3നെ നമ്മൾ ഒഴിവാക്കണം. അതിനെന്ത് ചെയ്യണം? റൂട്ട് 3 കൊണ്ട് തന്നെ അടിയിലും മുകളിലും ഗുണിക്കുക. സീക്വൽ ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 4 ബൈ റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 ബൈ റൂട്ട് 3. ഇത് ചെയ്യുന്നത് എന്തിനാണ്? ഈ റൂട്ട് 3നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടിയിലും മുകളിലും ഗുണിച്ചു. 4 ഇൻറ്റു റൂട്ട് 3 4 റൂട്ട് 3 ബൈ റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 റൂട്ട് 9. അപ്പോൾ നമുക്കെന്ത് കിട്ടി? 4 ഇൻറ്റു റൂട്ട് 3ൻ്റെ വില എത്രയാണ്? 1.732 ബൈ റൂട്ട് 9. റൂട്ട് 9 എത്രയാണ്? 3 അല്ലേ? 3. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 4 ഇൻറ്റു 1.732 അല്ലേ? 1.732 4 കൊണ്ട് ഗുണിക്കുക, അതിന് നാം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവരത് ഗുണിക്കുമ്പോൾ എത്ര വരും നോക്കിയാൽ? 4 ഇൻറ്റു 1.732, 4 ഇൻറ്റു 2 8, 4 3 12ക്ക് 2, ബാക്കി 1, 7 4 28 29 9, ബാക്കി 2, ഒരു 4 4 2 6. അപ്പോൾ നമുക്ക് 6 9 2 8 എന്ന് കിട്ടും. ഇനി നോക്കിയാൽ 3 സ്ഥാനം നോക്കി പോയിന്റ് ഇടണം. അപ്പോൾ 1 2 3. അപ്പോൾ ഉത്തരം എത്ര കിട്ടി? 6.928 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് വേണം? ഇനി ഇതിനെ ഹരിക്കുക അല്ലേ? ഹരിച്ചൂടെ? അപ്പോൾ എല്ലാവരും ഒന്ന് ഹരിച്ചു നോക്ക്, ഒറ്റക്കൊന്ന് ഹരിച്ചു നോക്ക്. 6.928 ഹരിക്കണം 3 അല്ലേ? 6ൽ എത്ര പ്രാവശ്യം പോകും? 3 2 പ്രാവശ്യം. 2 ഇൻറ്റു 3 6, ബാക്കി 0 പോയി. ഇനി നോക്കിയാൽ ഇനി പോയിൻ്റാണ് ഇവിടെ ഉള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ പോയിൻ്റ് ഇട്ടു. ഇനി 9 നമ്മൾ ഇറക്കിട്ടു. 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 പ്രാവശ്യം അല്ലേ? 3 ഇൻറ്റു 3 9. അപ്പോൾ അവിടെയും ബാലൻസ് ഇല്ല, 0. ഇനി അടുത്ത ആൾ ഇറക്കിട്ടു 2. 2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ എന്ത് വേണം? ഇവിടെ ഒരു 0 ചേർത്ത് കൊടുത്തു. എന്നിട്ട് അടുത്ത ആൾ ഇറക്കി 8. ഇനി 28. 9 ഇൻറ്റു 3 27 അല്ലേ? 9 ഇൻറ്റു 3 29. 9 ഇൻറ്റു 3 27, ബാക്കി 1. ഇനി അടുത്ത 0 ഇറക്കിട്ടു. ഇനി 10ൽ 3 എത്ര പ്രാവശ്യം പോകും? 3 പ്രാവശ്യം അല്ലേ? 3 ഇൻറ്റു 3 9. പക്ഷെ വേണ്ട, നമ്മൾ ഇത്ര കാണേണ്ട കാര്യമില്ല. കാരണം എന്താണ്? മില്ലിമീറ്റർ വരെ കൃത്യമായി കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ആ മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ പോയിന്റ് കഴിഞ്ഞാൽ
അതായത് 3 ഡിജിറ്റ്. അപ്പോൾ എത്ര എടുത്താൽ മതി? 2.309 സീക്വൽ ടു 2.309. ഇതാണ് എന്ത്? എക്സ്. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള എക്സിന്റെ വിലയാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ? എക്സ് എന്ന് പറഞ്ഞ ഒരു വശത്തിന്റെ നീളമാണോ? അല്ല. നോക്കിയാൽ ഇത്രയും ഭാഗമുള്ള എക്സ്, ഇതിന്റെ ഒരു വശത്തിന്റെ നീളം എന്ന് പറയുന്നത് 2x ആണ് അല്ലേ? 2x ആണ് ഈ ത്രികോണത്തിന്റെ ഒരു വശത്തിന്റെ നീളം. അപ്പൊ നമുക്ക് ലെങ്ത് ഓഫ് ദി ട്രയാങ്കിൾ എന്ത് 2x ആണ് അല്ലേ? 2x ട്രയാങ്കിൾ ആണ് കേട്ടോ, 2x ആണ്. അപ്പോൾ ലെങ്ത് ഓഫ് ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു എന്ത് വരും? 2 ഇൻറ്റു എക്സിൻ്റെ വില എത്രയാണ്? 2.309 ഈക്വൽ ടു ഒന്ന് കുടിച്ച് നോക്കിയേ. 2 ഇൻറ്റു 9 18, 8 ബാക്കി 1, 2 0 0 1 2 ഇൻറ്റു 3 6, 2 ഇൻറ്റു 2 4, 1 2 3 സ്ഥാനത്തിന് പോയിന്റ് ഇട്ടു. അപ്പോൾ എത്ര വരും? 4.618. അപ്പോൾ ഒരു വശത്തിൻ്റെ നീളം 4.618 എന്തെല്ലാമാണ് തന്നിട്ടുള്ളത്? സെൻറ്റിമീറ്ററാണ് തന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത്രയും മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ ഇനി നമുക്കതിലെ ബാക്കി ചോദ്യം അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.